ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ ഓഫർ കിടക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു ആഡ് കണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ സെയിം സൈറ്റിൻ്റെ ഒരു ഇതുള്ളത്. അങ്ങനത്തെ ഒരു സൈറ്റിൻ്റെ ഫുള്ള് ഓഫറുകളുള്ളൊരു സൈറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം വേറെ ഒരു സൈറ്റിൻ്റെ അഡ്രസ്സാണ് കാണിക്കുന്നത്. പക്ഷേ അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം ആയിട്ടുള്ള നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ അതേ സൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിൻ്റെ പേരിൽ ഇങ്ങനെ ഭയങ്കര വലിയൊരു സ്കാം എടുത്തുണ്ട്. ഇതിപ്പോൾ ഐഫോണിൻ്റെ ഒക്കെ ഓഫറൊക്കെ കണ്ടു കഴിഞ്ഞാൽ 1500-2000 രൂപ റേഞ്ചിലൊക്കെ നമ്മുടെ ഐഫോണൊക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻ്റ് ഒക്കെ മാറ്റി നോക്കി കഴിഞ്ഞാലും ഇതിൻ്റെ പൈസയ്ക്കുള്ള വ്യത്യാസമൊന്നും വന്നില്ല. എപ്പോൾ നോക്കിയാലും ഈ ഒരു 16 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 6 മിനിറ്റിനുള്ളിൽ 8 മിനിറ്റിനുള്ളിൽ ഓഫറൊക്കെ അവസാനിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് ഓഫർ തീരുമല്ലോ എന്ന് ഓർത്തിട്ട് ഇത് കയറി പെട്ടെന്നൊക്കെ ഓർഡർ ചെയ്ത് സാധനം ചെയ്യും. പക്ഷേ അന്നേരം നമ്മുടെ കയ്യിൽ നിന്നുള്ള ക്യാഷ് ഇതൊക്കെ പോകും. ഇതിൽ നമ്മുടെ കാർഡൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡിൽ നിന്നുള്ള ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ടാണെങ്കിലും ഇവർ ഇതൊക്കെ ഫുള്ള് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയൊക്കെ തീർക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ പല ഇതിൽ നോക്കി കഴിഞ്ഞിട്ട് 2000 രൂപ റേഞ്ചിനകത്തുള്ള എല്ലാ സാധനങ്ങളും കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്നത് സാംസങ്ങിൻ്റെ നമ്മുടെ ഫോൾഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഞാൻ കളർ വേരിയൻ്റൊക്കെ മാറ്റം നോക്കിയിട്ടൊന്നും പറ്റണില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതെടുക്കാൻ നോക്കിയിട്ട് നമ്മുടെ സ്റ്റോറേജ് സൈസ് മാറ്റം നോക്കിയിട്ട് അതിനാണെങ്കിലും പറ്റുന്നില്ല. അങ്ങനെ ചിലപ്പോൾ പല പേജിലേക്കൊക്കെ മാറി പോകുന്നുണ്ട്. ചിലപ്പോൾ ബൈ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആമസോണിൻ്റെ സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്കാമിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ഫോൾഡാണ് സാംസങ്ങിൻ്റെ. ഇതിൻ്റെ വില കാണിക്കണമെങ്കിൽ 1500 രൂപയ്ക്ക് നമുക്ക് ഫോൾഡിൻ്റെ ഫോൺ കിട്ടുന്നു. നിങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒറിജിനൽ ഫ്ലിപ്കാർട്ടിൻ്റെ സെയിം സൈറ്റ് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ സാധനം മേടിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓഫർ തീരുന്നതിന് മുമ്പ് എല്ലാവരും ബൈ ഒക്കെ ചെയ്ത് നമ്മുടെ ചിലവർ കാർഡ് ഡീറ്റെയിൽസ് ഫുള്ള് അതിൽ എൻ്റർ ചെയ്ത് വെക്കുകയും ചെയ്യും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ പോകും. ഇവിടെ പേയ്മെൻറ്റിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ സെയിം ഇതായിട്ട് ഒരു വ്യത്യാസമൊന്നുമില്ല. ഫ്ലിപ്കാർട്ടിൻ്റെ പണ്ടത്തെ സൈറ്റൊക്കെ യൂസ് ചെയ്യണ അതേപോലെ തന്നെ വന്നിട്ട് ഇതിന് പേയ്മെൻറ്റിന് ഇത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് പോകുമ്പോഴാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ സെയിം ഇത് തന്നെ. നമ്മൾ ഏതൊക്കെ പേയ്മെൻറ്റാണ്, ഓൺലൈൻ പേയ്മെൻറ്റാണ്, UPI ആണോ, അങ്ങനെ എല്ലാതും കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇത് കണ്ടുപിടിക്കാനുള്ളത് ഒന്നെങ്കിൽ അതിൻ്റെ അഡ്രസ് ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അഡ്രസ്സ് വേറെ ഏതെങ്കിലും ഫ്ലിപ്കാർട്ടിൻ്റെ അഡ്രസ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ അഡ്രസ്സായിരിക്കും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ bazaar.shop അങ്ങനത്തെ ഒരു സൈറ്റാണ് കാണിക്കുന്നത്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സൈറ്റൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്കാമിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ഇത് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എൻട്രി ചെയ്യാതിരിക്കുക. ഓൾറെഡി ഇതിപ്പോൾ പേയ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പോൾ ഈ കാണുന്നതാണ് ഒറിജിനൽ ഫ്ലിപ്കാർട്ടിൻ്റെ സൈറ്റ് വഴിയാണ്, അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ വഴിയാണെങ്കിലും ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയായിരിക്കും സൈറ്റൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത്. നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ID ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ ഒരു ആഡിൻ്റെ ലിങ്കൊക്കെ കണ്ട് തുറന്ന് നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ അതിൻ്റെ അഡ്രസ് ബാറിലുള്ള അഡ്രസ്സ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം ബൈ ചെയ്യാനൊക്കെ ശ്രമിക്കുക. ട്രസ്റ്റ് അല്ലാത്ത ഒരു സ്ഥലത്തും നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എൻട്രി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. Bye.